ഒരു ഷോട്ട് എടുത്തപ്പോൾ ബൈച്ചോട്ട ആ ഷോട്ടിൽ ഇല്ല. ബൈച്ചോട്ട സൈഡിൽ ഇരിക്കുകയാണ്, കഴിച്ചോട്ടെ വെറുതെ ഇരിക്കുക. അപ്പം ഞാൻ ഒരു സാധനം ഞാൻ എടുത്തപ്പോഴത്തേക്കും ബൈച്ചോട്ട കൊണ്ട് വാ എന്ന് പറഞ്ഞു ടേക്കിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇത്ര സ്പീഡ് എന്തിനാ എത്ര സ്പീഡ് സംസാരിക്കുന്നത്? ഇന്നലെയൊക്കെ നല്ലോണം ചെയ്തതാണല്ലോ. സ്പീഡിന് പറഞ്ഞാൽ ഡയലോഗ് വെറുതെ പഠിച്ച് പറഞ്ഞ കണക്കായി പോകും, അതിൻ്റെ അഭിനയം വരില്ല, കുറച്ചുകൂടെ സ്ലോ ആക്കി നിർത്തി പറയാന്ന് പറഞ്ഞു. അപ്പം ബൈച്ചേട്ടനൊക്കെ പറഞ്ഞു എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. അതെ, സ്പീഡിൽ ഡയലോഗ് പറയുക, ഡയലോഗ് എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർക്കാൻ വേണ്ടി പണ്ട് സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്, തെറ്റാതിരിക്കാൻ വേണ്ടിയേ. അതെ അതെ അതെ. പക്ഷേ നമ്മളെ ജോലി ഡയലോഗ് തീർക്കുക. അപ്പോൾ അങ്ങനെ പിന്നീട് മനസ്സിലായി അത് അങ്ങനെയല്ല. ഇതിൻ്റെ ഇടയിൽ ഒരു അഭിനയം എന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ ഉണ്ട്. ഡയലോഗ് വെറുതെ പറയുക എന്നുള്ളതല്ല, ഡയലോഗിൻ്റെ അടുത്ത് നിർത്തുക, പിന്നെ അത് കഴിഞ്ഞുള്ള നോട്ടം ഉണ്ട് നോക്കുക. പണ്ട് ഇവർ പ്രശ്നം ഉണ്ടെന്നറിയാം, ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ലാഗ് വരും, പെട്ടെന്ന് പറയുക അത്. പണ്ട് ചില സിനിമയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഇവിടെ മനസ്സിൽ കിടന്നിട്ടാണ് അങ്ങനെ കുറച്ച് പടങ്ങൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ് സ്പീഡിൽ പറയുക. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഇപ്പോഴത്തെ പരിപാടിയാണ് കറക്റ്റ്. അതെ, ഇപ്പോൾ ബൈച്ചേട്ടനത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ബൈച്ചേട്ടൻ ഇല്ലാത്തൊരു ഷോട്ടാ. അപ്പം പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് മാറ്റി പറഞ്ഞപ്പോൾ ഇപ്പം എന്ത് വൃത്തിയായി, ഇതേപോലെ പിന്നെ ഡബ് ചെയ്യാനൊക്കെ പാടല്ലേ അത് നുണക്കുഴിയില്ല ഷൂട്ടിങ് നടന്നു. അപ്പം വായിച്ചാൽ നമ്മളെല്ലാം കോമ്പിനേഷൻ. അപ്പോൾ ബേസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാ വന്നത്, നീ ഇതെങ്ങനെ ഡബ് ഇവിടെ? പക്ഷെ അവന് പറ്റും. നീ ഇതെങ്ങനെ ഡബ് ഇവിടെ? അതൊക്കെ ഞാൻ ചെയ്യും. എന്തൊരു സ്പീഡല്ലേ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഡയലോഗ് പറയുന്ന ആളവനാണ് ഇപ്പൊ മലയാള സിനിമയിൽ. നമ്മളൊക്കെ തുടങ്ങി വന്നിട്ടല്ലേ ഉള്ളല്ലേ, ഇനിയൊക്കെ വേണം. അല്ല കട്ടയ്ക്ക് അത് സംഭവം എന്തായാലും സ്ക്രിപ്റ്റിലുണ്ട്. അത് നമുക്ക് എന്തായാലും ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം റിഹേഴ്സൽ എടുക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം എന്തെങ്കിലും ഡയലോഗുകൾ അല്ലെങ്കിൽ എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്നെയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കിടന്ന് ചിരിച്ച് ചിലപ്പോൾ ടേക്കിലും ചിരിക്കും. ബൈച്ചേട്ടൻ ചില സാധനങ്ങളൊക്കെ കുറേ സീനുണ്ട്, അപ്പോൾ അവിടെയൊക്കെ അത് പറഞ്ഞിട്ട് ബൈച്ചേട്ടൻ തന്നെ കിടന്ന് ചിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളും ചിരിക്കും. അത് ഒരു രസമാണ് അത്. അപ്പം ഇപ്പോൾ അതായത് ഇപ്പോൾ ബൈച്ചേട്ടൻ്റെ കൂടെ ഒരു രതീഷ് എന്ന് പറഞ്ഞ പേരുണ്ട്, രതീഷ് രോഹിണി എന്ന് പറയും. അപ്പോൾ ബൈച്ചേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവന് ബൈച്ചേട്ടൻ്റെ ഇതാണ് കാവൽക്കാരനാണ്, അസിസ്റ്റൻ്റാണ്. പക്ഷെ അവന് ബൈച്ചേട്ടൻ്റെ അടുത്ത് ഇതിന് ഡയലോഗ് പറയാൻ പേടി. അപ്പോൾ ബൈച്ചേട്ടൻ എന്താണെന്നറിയാമോ, നീ എന്തിനാണ് പേടിക്കുന്നത്? ഇല്ലാട്ടാ പേടിക്കണ്ട, നിനക്ക് പേടി, എൻ്റെ ഫേസിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈച്ചേട്ടൻ എൻ്റെ അടുത്ത് കൊണ്ടാ ഒരു കാര്യം ചെയ്യും, റൈറ്ററിൻ്റെ പറഞ്ഞിട്ട് ഒരു ഗംഭീര ഡയലോഗ്. എന്നിട്ട് ബൈച്ചേട്ടൻ തന്നെയാണ് എഴുതി ഒരു ഗംഭീര ഡയലോഗ് എഴുതിയിട്ട് ഒരു അര പേജ് ഡയലോഗ് അവന് കൊടുക്കാൻ പറ. അവൻ പറയട്ടെ. പക്ഷെ അവൻ കേടിലായിട്ട് കാണാൻ പഠിച്ച് പറഞ്ഞ് ക്യാമറയോടൊന്നും പറഞ്ഞില്ല, വെറുതെ പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ ഡയലോഗ് എന്നിട്ട് അവൻ്റെ ഫേസ് ആണെന്നറിയാം, അത് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ കഥാപാത്രം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡയലോഗാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൽ പറഞ്ഞുകൊണ്ട് ഇവ ഇങ്ങനെ തയ്യാറെടുക്കണം അത് പറയാൻ വേണ്ടി.